സ്പൈഡർമാനിയ റീ റിലീസുകളുടെ ഭാഗമായി സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം കാണാൻ സിനിപോളിസ് കൊച്ചി ഐമാക്സിൽ എത്തിയിരിക്കുകയാണ്. MCUവിന്റെ 3 സ്പൈഡർമാൻ സിനിമകളും സിനിപോളിസ് കൊച്ചിയിൽ റീ റിലീസ് ഉണ്ടായിരുന്നു. 3D ആയിരുന്നു ഈ സിനിമകളെല്ലാം തന്നെ. ഇത് കാണാനായി കാര്യമായിട്ടുള്ള ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, 20 പേരിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഐമാക്സ് എക്സ്പീരിയൻസ് ആണ്. സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം, വൺ ഓഫ് ദ ബെസ്റ്റ്, വെരി ബെസ്റ്റ് ഐമാക്സ് എക്സ്പീരിയൻസ് എവർ എന്ന് പറയാൻ പോകുന്ന ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഫാർ ഫ്രം ഹോം ഐമാക്സ് 3Dയിൽ കണ്ടപ്പോൾ എനിക്ക് ലഭിച്ചത്. ഇത് വെള്ളിയാഴ്ച ഹോം കമ്മിങ്, ശനിയാഴ്ച ഫാർ ഫ്രം ഹോം, ഞായറാഴ്ച നോവേ ഹോം, ഇങ്ങനെയാണ് സിനിപോളിസ് ഐമാക്സ് ഈ സിനിമകൾ ചാർട്ട് ചെയ്തിരുന്നത്. എല്ലാ ഷോയും രാത്രി 9 മണിക്കായിരുന്നു. ഞാൻ ഓൾറെഡി ഫേസ്ബുക്കിൽ ഇതിൻ്റെ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയാണ് കൂപ്പൺ കോഡ്സ്, അതായത് ഡിസ്കൗണ്ട്സ് എങ്ങനെയൊക്കെ കിട്ടുന്നതെന്നുള്ളത് ഹോം കമ്മിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശനിയാഴ്ച ഈ സിനിമ മിസ്സായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന്, എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ഭാഗ്യത്തിന്, തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസങ്ങളിലായിട്ട് ഈ സിനിമ വീണ്ടും ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചൊവ്വാഴ്ച രാത്രി ഞാൻ ഈ സിനിമ കണ്ടു. ഫാർ ഫ്രം ഹോം മിസ്സായിരുന്നെങ്കിൽ അതൊരു ഭയങ്കര മിസ്സിങ് ആയിപ്പോയാനെ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഈ 3 സിനിമകൾ, ഹോം കമ്മിങ്, ഫാർ ഫ്രം ഹോം, നോവേ ഹോം, ഈ 3 സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും കിഡിലൻ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഈ സിനിമയ്ക്കാണ്, ഫാർ ഫ്രം ഹോമിന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഭയങ്കര കളർഫുള്ളാണ്. പിന്നെ എസ്പെഷ്യലി ഇതിൻ്റെ 3D. ഇത് റിലീസ് ടൈമിൽ ഞാൻ വനിതയിൽ കണ്ടതായിരുന്നു. അപ്പം അന്ന് 3D തന്നെയായിരുന്നു ഈ പടം ഉണ്ടായിരുന്നതെന്നാണ് ഓർമ്മ. ഇമെയിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ്സൊക്കെ കാണും. പഴയ എല്ലാ സിനിമകളുടെയും ടിക്കറ്റ്സ് നമുക്ക് ഇമെയിലുണ്ട്. ഈവൻ ദൃശ്യത്തിൻ്റെ ടിക്കറ്റ് വരെ എനിക്ക് ഇമെയിലിൽ നിന്ന് കിട്ടിയിരുന്നു. അത് ദൃശ്യത്തിൻ്റെ ആനിവേഴ്സറിക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വനിതയെ കണ്ടപ്പോൾ ഇതിൻ്റെ 3Dനെ കുറിച്ച് നോക്കും. ഓക്കെ, സാധാരണ കുറേ 3Dകളൊക്കെ വെറും ആളെപ്പറ്റിക്കൽ 3Ds അങ്ങനെ കുറേ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയായിരുന്നു പൊതുവെ അങ്ങനെയാണ് ഫീൽ ചെയ്യാറ്. പ്രത്യേകിച്ച് ഈ മാർവലിലെ സിനിമകളുടെയൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 3D എന്ന് പറയുന്നത് മാർവൽ പടങ്ങളിലോ വല്ല വരുന്ന ഭയങ്കര അലമ്പ് 3D എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പക്ഷേ ഈ സിനിമയുടെ 3D ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് 3D എക്സ്പീരിയൻസ്. അതിൻ്റെ ഡെപ്ത്ത് എന്നൊക്കെ പറയുന്നത് ഗംഭീരമായിട്ടുള്ള ഡെപ്താണ്. ഈ സിനിമ തുടക്കത്തിൽ തന്നെ ആദ്യം തന്നെ മിസ്റ്റീരിയോനെ കാണിക്കുന്ന സീക്വൻസ് ഇല്ലേ, ആ സീനിൽ നിക് ഫ്യൂരി നടക്കാൻ നേരത്ത് ആ റോഡിൽ മുഴുവൻ കല്ലും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഡെപ്ത്ത് കണ്ടിട്ട് തന്നെ ആക്ച്വലി വണ്ടടിച്ചു പോയി. കാരണം അതായത് ഇത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള 3D വർക്കാണല്ലോ എന്ന് അതിശയിച്ചു പോയി. പിന്നീട് അങ്ങോട്ടേക്ക് പിന്നെ പീറ്ററിനെ കാണിക്കുന്നു, പീറ്ററിൻ്റെ MJ ക്യാരക്ടർ. അപ്പോൾ ഇവർ ക്ലാസ് റൂമിൽ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുമ്പോൾ ആ ഒരു ഡെപ്ത്ത് നമുക്ക് ഗംഭീരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമ അറിയാമല്ലോ, ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു പടമാണ്. ആ മിസ്റ്റീരിയോൻ്റെ അത് കഴിഞ്ഞിട്ട് മെയിൻ സീക്വൻസ് വരുന്നത് ഇവരൊരു യൂറോപ്പ് ട്രിപ്പ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ പോസിറ്റീവുള്ളതാണ്. കാരണം ഇങ്ങനെ അതിൻ്റെ ആ ഒരു ടെറൈൻ മാറുന്നതനുസരിച്ചുള്ളൊരു രസം ഈ പടം മൊത്തത്തിലുണ്ട്. അവരാദ്യം പ്രാഗ്, പിന്നെ വേറെ ലണ്ടനിലേക്ക്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങോട്ടൊക്കെ മാറുന്നുണ്ടല്ലോ. ഇറ്റലി പോകുന്നുണ്ട്. ഇതിൽ എലമെൻ്റൽസിനെ കാണിക്കുന്ന ആദ്യത്തെ സീക്വൻസ് ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങുന്നതാണ്. ആ സമയത്ത് ഈ സ്ക്രീൻ ഫുൾ സ്ക്രീനാവും. ഈ സിനിമയുടെ ഫാർ ഫ്രം ഹോമിൻ്റെ ഏകദേശം 45-50 മിനിറ്റോളം ഫുൾ ഐമാക്സിൻ്റെ എക്സ്പാൻഡ് ആസ്പെക്ട് റേഷ്യോ ആണ്. നമ്മളിപ്പോൾ അതുവരെ സ്കോപ്പിൽ കാണുന്ന സിനിമ ഫുൾ സ്ക്രീനിലേക്ക് മാറും. ഈ ഫുൾ സ്ക്രീനിലേക്ക് മാറുമ്പോൾ ഈ എലമെൻ്റൽസിൻ്റെ സീക്വൻസ് വരുന്നു, അത് 3Dയിൽ കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു. അപ്പോഴാണ് മിസ്റ്റീരിയോ പറന്നു വരുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ആ ഒരു പച്ച കളറിലുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം വന്നിട്ട് ഒരു ഗംഭീര 3D എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഈ വർഷം 3Dയുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് സിനിമകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതിൽ അവതാറൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിലൊക്കെ പറയാൻ പറ്റുന്ന അവതാറിൻ്റെ അതൊരു സംതിങ്, അവതാറിൻ്റെ വിഷ്വൽസ് നമുക്ക് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവതാർ ഈസ് വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു പടമാണ്. അവതാറിൻ്റെ ഇവിടെ വന്നിരുന്ന അവസാനം അവതാർ 2 റിലീസ് അതിൻ്റെ DCP അതിഗംഭീര DCP ആയിരുന്നു. അതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ആ എലമെൻ്റൽസ്, ആ വരുന്ന സീക്വൻസ്, ഇതെല്ലാം കിഡിലൻ 3D വർക്കാണ്. അത് നല്ല ഡെപ്തിൽ, ഇത് 4K ലേസറിൽ ഈ കാണണം എന്ന് പറയുന്നതിൽ അങ്ങനെയാണ്. നമ്മൾ ഗ്ലാസ് മാറ്റി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ്നെസ്സിന് ഒരു 0.5 കുറവ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് കൊച്ചി ഐമാക്സ് പലരും പല കുറ്റങ്ങളും പറയുന്നുണ്ട്, വളരെ ചെറുതാണെന്നും സീറ്റ് ശരിയല്ല എന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൊച്ചി ഐമാക്സിൻ്റെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള സിനിമകളാണ്. ഇപ്പോൾ അവതാർ അവിടെ പ്ലേ ചെയ്തപ്പോൾ നിങ്ങൾ വന്നിരുന്നെങ്കിൽ കൊച്ചി ഐമാക്സ് വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ ഇൻ കേരള എന്ന് പറയും. അവതാർ റിലീസായപ്പോൾ, അവതാർ 2 റിലീസായപ്പോൾ ഉള്ള കാര്യം ഞാൻ പറയുന്നത്. പിന്നെ
ഡ്യൂൺ പടം എൻറ്റയർലി ഫുൾ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ഡ്യൂണിൻ്റെ ഈ കൊച്ചി ഐമാക്സിൻ്റെ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡ്യൂൺ 2 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് കൊച്ചിയിൽ ഒരു ഐമാക്സ് ഉണ്ട്, അതിൻ്റെ സ്ക്രീൻ സൈസ് ചെറുതാണ്, പക്ഷേ അത് 4K ലേസറാണ്. 4Kയിൽ നമുക്ക് പടം കാണാൻ പറ്റുന്ന 3D ഈ സിനിമയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോസ്റ്റിങ്ങോ തുടങ്ങിയ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ, അതായത് ഈ പടത്തിൻ്റെ സെക്കൻഡ് ആക്ട് പിന്നെ ഫൈനൽ ആക്ട്, അതിനകത്ത് ആ ഇല്യൂഷൻ സോണിലേക്ക് പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഇല്യൂഷൻ സോൺ ഈ സിനിമയുടെ ഹൈലൈറ്റാണ്. അതിൽ ആ നിക് ഫ്യൂരി ആണെന്ന് വിചാരിച്ചിട്ട് ചെല്ലുന്ന ആ ഒരു സീക്വൻസ് ഇല്ല, അപ്പോഴാണ് അതൊരു ഇല്യൂഷൻ ആണെന്ന് പീറ്റർ മനസ്സിലാക്കുന്നത്. ആ ഒരു എൻറ്റയർ സീക്വൻസ് ഉണ്ടല്ലോ, അത് എന്ത് രസമായിട്ടാണ് 3Dയിൽ കാണാൻ പറ്റുന്നതെന്നറിയോ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഇത് മിസ്സായി പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭീകരമായിട്ടുള്ള നഷ്ടം വന്നാൽ. ശനിയാഴ്ച എനിക്ക് ഈ പടം മിസ്സായി പോയപ്പോൾ ഓൾറെഡി പടം കണ്ട നമ്മുടെ വ്ളോഗൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സായിട്ടുള്ള രാഹുലും നിഖിലും ഒക്കെ പറഞ്ഞു ഇത് മസ്റ്റ് വാച്ചാണ്, ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ ചൊവ്വാഴ്ചത്തേക്ക് വീണ്ടും ബുക്ക് ചെയ്തത്. കാരണം ഒരെണ്ണം മിസ്സായി പോയി കഴിഞ്ഞപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് നോർമൽ സ്ക്രീനിലാണെങ്കിലും കാണാമെന്ന് കരുതിയപ്പോൾ അവന്മാരാണ് പറഞ്ഞത് ഇത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കിഡിലൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരിക്കലും മിസ് ചെയ്തെന്നുള്ളത്. അങ്ങനെ ചൊവ്വാഴ്ച ഞാൻ ഐമാക്സിൽ ബുക്ക് ചെയ്തു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് ഞാൻ ശനിയാഴ്ച കണ്ടിരുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇടുന്ന കാര്യത്തിൽ ഞാൻ കുറേ ലേറ്റാണ്. അത് ഒരുപക്ഷെ നേരത്തെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ചൊവ്വാഴ്ചത്തെ ഷോ ഫാർ ഫ്രം ഹോം കാണാമായിരുന്നു. ഇന്നലെ ഒരു 20 പേരിൽ താഴെ മാത്രം ഉണ്ടായിരുന്നുണ്ട് ആളുകൾ. ഈ സിനിമ കണ്ടവർക്കെല്ലാം ഇതൊരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ ഈ സിനിമ ഭയങ്കര കളർഫുൾ ആയതുകൊണ്ട് ഇത് എൻറ്റയർ സീക്വൻസ്, അവസാനം ആ ഹോളോഗ്രാമിൻ്റെ ആ ഒരു ഡ്രോണിൻ്റെ സീക്വൻസൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടാണ് വരുന്നത്. അത് എനിക്ക് ആ 3Dയുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. അതായത് ഈ അവതാറിനെ ആണെന്നുണ്ടെങ്കിലും ഈ ഇതിനെയാണെങ്കിലും ഈ 3Dയുടെ ഡെപ്ത്, അതിൻ്റെ ആ ഒരു ഒട്ടും ഗോസ്റ്റിംഗ് ഇല്ലാതെയുള്ള, ഇതിന് സബ് ടൈറ്റിലും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ. അപ്പോൾ സബ് ടൈറ്റിലാണെന്നുണ്ടെങ്കിലും ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലാത്ത രീതിയിൽ നമുക്ക് നോർമലി ഞാൻ ഈ സ്പെക്ക് വെക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് 3D വലിയ താല്പര്യമൊന്നുമില്ല. 2D ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 2Dയിലേക്കാണ് പോകാറ്. പക്ഷേ 3D വെച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു, അതായത് എങ്ങനെ വന്നാലും 3D വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ബ്രൈറ്റ്നസിൻ്റെ കുറവ് ഫീൽ ചെയ്യും. അത് എത്ര വലിയ 3D ആണെന്നുണ്ടെങ്കിൽ, ഏത് റിയൽ ഡി എന്തൊക്കെയാണെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഇതിൽ 0.5 ഡിഫറൻസ് ഒക്കെ ഉള്ളൂ. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു 3D എക്സ്പീരിയൻസ്, അതിൻ്റെ ഗോസ്റ്റിങ്ങോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. ഡെപ്ത് ആണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഡെപ്ത്. ആക്ച്വലി ഞാൻ ഈ പടം കണ്ടത് സൂട്ടോപ്പിയ കണ്ടു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഷോയ്ക്ക് അങ്ങനെയാണ് ഞാൻ ഈ പടം കണ്ടത്, സൂട്ടോപ്പിയ 2. അപ്പോൾ സൂട്ടോപ്പിയ 2-ലുള്ള 3D ഉണ്ട്, അതും ഗംഭീരമായിട്ടുള്ള 3D ആയിരുന്നു. പക്ഷേ അത് ആനിമേഷൻ സിനിമ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 3D ഡെപ്തും അവരുടെ ഡെപ്തും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അടിപൊളിയാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഗംഭീരമാണ് ഈ ലൈവ് ആക്ഷൻ ആയിട്ടുള്ള ഈ ഫാർ ഫ്രം ഹോമിൻ്റെ ഈ സിനിമയുടെ 3D വർക്ക്. അത്ര കിഡിലിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ജെയ്ക്ക് ജില്ലൻ ഹാളിൻ്റെ ആണെങ്കിലും ആ മിസ്റ്റീരിയോ ഭയങ്കര കരിസ്മാറ്റിക് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഭയങ്കര കളർഫുൾ ആണല്ലോ ഈ പടം. പിന്നെ ഇതിനകത്താണ് മറ്റേ MJയുടെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ പീറ്ററാണ് സ്പൈഡർമാൻ എന്നൊക്കെ അറിയുന്നത്. അപ്പോൾ ആ ഒരു ടീൻ റൊമാൻസ് തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ടെറൈൻ മാറ്റങ്ങൾ, ഇവർ ടൂർ പോകുന്ന പോലെയാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരുപാട് വിഷ്വലി ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ ഹോം കമ്മിങ്ങിനെ അപേക്ഷിച്ചും നോവേ ഹോമിനെ അപേക്ഷിച്ചും വിഷ്വലി സ്റ്റണ്ണിങ് ആണ് ഈ പടം. നമുക്ക് അത് എവിഡൻ്റ് ആയിട്ട് നമുക്ക് ഈ ഐമാക്സിൻ്റെ സ്ക്രീനിൽ നമുക്ക് കാണാം. അത് 3Dയിൽ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആകെയുള്ളൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ വരുന്നത് ചിലപ്പോൾ ബുധനാഴ്ച ആയിരിക്കും. അപ്പോൾ ബുധനാഴ്ച നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അയ്യോ ഇനി ആ പടം കാണാനുള്ള ഒരു ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവും. പക്ഷേ മേ ബി ഒരുപക്ഷെ സ്പൈഡർവേഴ്സിൻ്റെ സിനിമകൾ ഐമാക്സിൽ റിലീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. അത് ഇതിനേക്കാളും ഗംഭീര 3D എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ആവണമല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഫാർ ഫ്രം ഹോമിൻ്റെ ഗംഭീര 3D എക്സ്പീരിയൻസ് ആണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനേക്കാളും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നോവേ ഹോമാണ്. നോവേ ഹോമിൻ്റെ ആ ഒരു 3D ക്യാമറയിൽ എടുത്ത സിനിമയും കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫാർ ഫ്രോമിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നോവേ ഹോമിൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. നോവേ ഹോമിൻ്റെ കാര്യം അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ആദ്യമേ പറയുകയാണ് നോവേ ഹോം എന്തുകൊണ്ട് ഡിസപ്പോയിൻറ്റിംഗ് ആണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഫാർ ഫ്രം ഹോം, അപ്പോൾ സ്പൈഡർ മാനിയ റിലീസുകളുടെ ഭാഗമായിട്ട് 8 സിനിമകളുണ്ടായിരുന്നു. അപ്പോൾ 8 സിനിമകളും കണ്ടു കഴിഞ്ഞു. അതിൽ 7ാമത്തെ സിനിമയുടെ റിവ്യൂ ആണിത്. 8ാമത്തെ സിനിമയുടെ റിവ്യൂ കൂടി അടുത്ത ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള റിലീസുകളൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഒരുപാട് തവണ പറയാറുണ്ട്, റിലീസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കി കാണുക. കാരണം ഇത് ഐമാക്സ് പോലുള്ള ഒരു ഫോർമാറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ചാൻസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ചാൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് പിടിച്ചെടുത്തേക്കണം. അങ്ങനെയൊക്കെയാണ്. അതില്ലാന്നുണ്ടെങ്കിൽ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി. അപ്പോൾ ഒരുപാട് റിലീസുകളൊക്കെ ഇനി അടുത്ത വർഷങ്ങളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഐമാക്സ് 3D പോലുള്ള ഫോർമാറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും മിസ് ചെയ്യരുത്.